ഞാൻ ഏട്ടത്തിയെ വിവാഹം കഴിക്കാം. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. നഷ്ടപ്പെടുത്താൻ വയ്യ. പറഞ്ഞുകൊണ്ട് ഹരി അവളെ വരിഞ്ഞു മുറുക്കി. നിള അവന്റെ കയ്യിൽ കിടന്നു കുതറി. നിള അവൾ ഒറ്റയ്ക്കായിരുന്നു. ഭർത്താവ് മരിച്ച ദുഃഖവും പേറി ജീവിക്കുന്ന പെണ്ണ്. മുറിയുടെ 4 ചുവരിനുള്ളിൽ അവൾ തന്റെ ജീവിതം ഹോമിച്ചു. ഇടയ്ക്ക് അച്ഛൻ അവളെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തിരികെ വിളിക്കാൻ ചെന്നു. അവൾ ഇവിടെ നിൽക്കട്ടെ രാഘവ, എനിക്ക് മരിക്കുമാരും ആരുമില്ല. ഇരയുപോയ വേദനയിലിരിക്കുന്ന അമ്മ അത് പറഞ്ഞപ്പോൾ രാഘവൻ പിന്നെ എതിർത്തില്ല. അയാൾ അവളോട് യാത്ര പറഞ്ഞിറങ്ങി. അമ്മയും നിളയും മാത്രമാണ് ആ വലിയ വീട്ടിൽ. മുകളിലും താഴെയുമായി ഒരുപാട് മുറികൾ. വിവാഹം കഴിഞ്ഞതു മുതൽ നിളയുടെ മുറി മുകളിലാണ്. രവിയുടെ അനിയൻ ഹരി ടൗണിലെ കോളേജിലാണ്. മരണത്തിന് വന്നു പോയതിൽ പിന്നെ വന്നിട്ടില്ല. അവന്റെ പഠിത്തം തീരാറാകുന്നു. മോളെ, ഹരിയുടെ പഠിത്തം കഴിഞ്ഞു വരുമ്പോൾ അവന്റെ വിവാഹം നോക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്, അമ്മ നിളയോട് പറഞ്ഞു. അതിന് അവന് വിവാഹപ്രായമായില്ലല്ലോ അമ്മ. വയസ്സ് 24 കഴിഞ്ഞു. എന്നേക്കാൾ 2 വയസ്സിന് ഇളയതേ അത്രയേ ഉള്ളൂ. ഇവിടെ ഞാനും നീയും മാത്രമല്ലേ ഉള്ളൂ. രാഘവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് നല്ല ആലോചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ. ഈ ചെറുപ്പത്തിൽ നീ ഇങ്ങനെ എൻ്റെ മോന്റെ വിധവ വേഷം കെട്ടി ജീവിക്കുന്നത് എനിക്ക് സങ്കടമാണ്. പോയവര് പോയി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേ? അമ്മ അത് പറയുമ്പോൾ അവൾ മറുപടി ഒന്നും പറയാതെ കേട്ടിരുന്നു. നിന്നെ ഉള്ള കാലം മുഴുവൻ ഇങ്ങനെ ഇവിടെ നിർത്തിയാൽ ശരിയാകില്ല. നിനക്കും ഒരു ജീവിതം വേണം. കൂട്ടത്തിൽ ഹരിയുടെ വിവാഹം കൂടി നടത്തണം. അപ്പൊ പിന്നെ അവൻ ഇവിടെ നിന്ന് കൊള്ളും. അമ്മയുടെ മനസ്സിലെ ഓരോരോ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിളയിരുന്നു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുറത്ത് ജോലി ചെയ്തുകൊണ്ട് നിന്ന നിള ഒരു ശബ്ദം കേട്ട് അകത്തേക്ക് കയറി വന്നു. കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച അടുക്കളയിൽ വീണ് കിടക്കുന്ന അമ്മയെയാണ്. പുറം പണിക്ക് പോകുന്ന പണിക്കാരുടെ സഹായത്തോടെ അവൾ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. BP കൂടി താഴെ വീണതാണ്. വീഴ്ചയിൽ നെറ്റിപൊട്ടി. 2 സ്റ്റിച്ചുണ്ട്. 2 ദിവസം കിടക്കേണ്ടി വരും. വിവരം പറഞ്ഞ രാഘവൻ വന്നപ്പോൾ നീള അച്ഛനോട് കാര്യം പറഞ്ഞു. അച്ഛൻ കൂടി നിൽക്കണോ മോളെ? മകളെ തനിയെ നിർത്തിയിട്ട് പോകാനുള്ള മടി കൊണ്ട് രാഘവൻ ചോദിച്ചു. വേണ്ട അച്ഛ, ഞാൻ തന്നെ നിന്നോളാം. അമ്മയെ ചിലപ്പോൾ വൈകുന്നേരം റൂമിലേക്ക് മാറ്റും. ഇവിടെ റൂമുണ്ടല്ലോ. കുഴപ്പമില്ല, അച്ഛൻ പോയിക്കോ. മകളുടെ നിർബന്ധം കൂടിയായപ്പോൾ രാഘവൻ തിരികെ പോയി. എന്നാൽ പോകുന്നതിന് മുമ്പ് അയാൾ ഹരിയെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. ഞാൻ അറിഞ്ഞില്ല അമ്മാവ, ഇന്ന് തന്നെ ഞാൻ പുറപ്പെടാം. പറഞ്ഞുകൊണ്ട് ഹരി ഫോൺ കട്ടാക്കി. കൃത്യം വൈകുന്നേരത്തോടു കൂടി അവൻ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു. അപ്പോഴേക്കും അമ്മയെ റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നു. നിന്നോട് ആരെ വിവരം പറഞ്ഞത്? പ്രതീക്ഷിക്കാതെ ഹരിയെ റൂമിൽ കണ്ടപ്പോൾ നില ചോദിച്ചു. അല്ലെങ്കിലും അമ്മയെ ഏട്ടത്തെയും എന്നോടെല്ലാം മറച്ചു വെക്കുന്ന ടൈപ്പല്ലേ. ഏട്ടത്തിയുടെ അച്ഛൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് വിളിച്ചു. പറഞ്ഞതുകൊണ്ട് ഞാൻ അറിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ 2 പെണ്ണുങ്ങളും കൂടി എന്ത് ചെയ്യുമായിരുന്നു? എന്തായാലും എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞു. അടുത്ത ആഴ്ച വരാനിരുന്നതാണ്. അല്പം നേരത്തെ വരേണ്ടി വന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. അതെന്തായാലും നന്നായി. ഇവിടെ ഇവൾ മാത്രം ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യണം? ഇപ്പൊ തന്നെ കണ്ടില്ലേ, രാവിലെ നിന്ന വേഷത്തിൽ എന്നെയും കൊണ്ട് ഇറങ്ങി വന്നതാണ്. ഇതുവരെ വേഷം പോലും മാറിയിട്ടില്ല. അമ്മ നിളയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ഏട്ടത്തി മാത്രം നിന്നാൽ ശരിയാവില്ല. ഞാൻ ഏജൻസിയിൽ വിളിച്ച ഒരാളെ അമ്മയെ നോക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അവർ വരും. ഹരി പറഞ്ഞപ്പോൾ അതെന്തായാലും നന്നായി. എന്നെ പിടിച്ചും വലിച്ചു ചേർത്തിയാലും ഈ പെണ്ണിനെ വയ്യ. നീ എന്തിനാ ഹരി ആവശ്യമില്ലാത്തൊക്കെ ചെയ്തത്? അമ്മയെ ഞാൻ നോക്കില്ലേ? നിലയ്ക്ക് അവനോട് ദേഷ്യം തോന്നി. ഏട്ടത്തെ നോക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. തൽക്കാലം നമുക്ക് ഒരാളെ കൂടി ഏട്ടത്തിയുടെ സഹായത്തിന് വെക്കാം. അല്ലാതെ അതിൽ വേറെ അർത്ഥമൊന്നുമില്ല. അത് ഹരി പറഞ്ഞത് ശരിയാ മോളെ. നിനക്കും വീട് വരെ പോകാമല്ലോ. ഒന്നാമത് അവിടേക്ക് പണിക്കാരുള്ളതല്ലേ. അവർക്ക് ആവശ്യത്തിന് വെള്ളമോ മറ്റെടുത്തു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഒരാളുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം നിനക്കല്ലേ. ഞാൻ എന്തായാലും ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ തിരക്കിയിട്ട് വരാം. ഹരി ഡോക്ടറുടെ റൂമിലേക്ക് പോയി. അവൻ പോയി വരുമ്പോഴേക്കും അമ്മയ്ക്കും നിലയ്ക്കും കഴിക്കാനുള്ള ഭക്ഷണം കൂടി വാങ്ങി വന്നു. ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു നീ പോയിട്ട് എത്ര നേരമായെന്ന്. എന്തായാലും 2 ദിവസം കൊണ്ടൊന്നും തിരികെ പോകാൻ കഴിയില്ല. മുറിവ് വലിയ പ്രശ്നമുണ്ടെങ്കിലും അമ്മയ്ക്ക് ഷുഗർ കൂടിയുണ്ട്. അതുകൊണ്ട് മുറിവിന്റെ ഉണക്കം അനുസരിച്ചായിരിക്കും പോക്കും വരവും. ഈ ഭക്ഷണം എടുത്തു കഴിക്കുക. ഇന്നത്തെ ദിവസം 3 പേരും കൂടി ഭക്ഷണവും കഴിച്ച് കിടന്ന് സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ റൗണ്ട്സിന് വന്നിട്ട് പോയതിന്റെ പിന്നാലെ തന്നെ ഏജൻസിയിൽ നിന്നും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു സ്ത്രീയും വന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞു ഏൽപ്പിച്ചു. അമ്മയ്ക്കും അവരെ ബോധിച്ച മട്ടാണ്. എന്നാൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, വീട്ടിലേക്ക് പോയി ഒന്ന് കുളിച്ച് വേഷമൊക്കെ മാറി സാവധാനത്തിൽ വന്നാൽ മതി. ഇവിടെ ഇപ്പോൾ ഇവരുണ്ടല്ലോ. ഏജൻസിയിൽ നിന്നും വന്ന സ്ത്രീയെ നോക്കിക്കൊണ്ട് അമ്മ പറയുമ്പോൾ അത് തന്നെ ശരിയെന്ന് ഹരിക്കും തോന്നി. ഏട്ടത്തി വന്നേ, നമുക്ക് പോയിട്ട് വരാം.
അയ്യോ, ഇത് ഈ കൊച്ചിന്റെ ഏട്ടത്തിയായിരുന്നു. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഭാര്യയാണെന്ന്. അവരങ്ങനെ പറഞ്ഞപ്പോൾ നിള വല്ലായ്മയോടെ അവരെ നോക്കിക്കൊണ്ട് ഹരിയുടെ പിന്നാലെ ഇറങ്ങി. വീടെത്തിയതും നിള മുറിയിലേക്ക് പോയി. ഡോർ അടച്ച് ഡ്രസ്സ് മാറി കുളിക്കാൻ കയറുമ്പോൾ വാതിൽ മുട്ട് കേൾക്കുന്നത്. ഏട്ടത്തി വാതിൽ തുറന്നേ. അവൾ പെട്ടെന്ന് അടിപ്പാവാടയുടെ മുകളിൽ ടവൽ പുതച്ച് ഡോർ തുറന്നു. എന്താടാ ഹരി? ഹരി അപ്പോഴാണ് നിലയെ നോക്കുന്നത്. ഒരു നിമിഷം ആ കാഴ്ചയിൽ ചക്കായി. അല്ല ഏട്ടത്തി, അമ്മയുടെ ലാബിലെ റിപ്പോർട്ട് എവിടെ വെച്ചതെന്ന്. അമ്മ ലൈനിലുണ്ട്. ഹരി ഫോൺ അവളുടെ നേർക്ക് നീട്ടുമ്പോൾ അവൾ അത് വാങ്ങിക്കൊണ്ട് റൂമിനകത്തേക്ക് കയറി. അമ്മേ, അത് ഞാൻ അമ്മയുടെ ബെഡിനടിയിൽ വെച്ചിട്ടുണ്ട്. ആ ശരി മോളെ. അവൾ ഫോൺ ഹരിയെ ഏൽപ്പിച്ച് പിന്തിരിഞ്ഞു. അവൻ ഫോണിനൊപ്പം അവളുടെ കൈയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. നിള ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഇങ്ങനെ നോക്കണ്ട, എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്ന്. പലപ്പോഴും ഞാൻ ആ കണ്ണുകളിൽ എന്നോടുള്ള ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്കായി പോകുമ്പോഴേക്കും ഞാൻ അത് തിരിച്ചറിഞ്ഞ് ചേർത്ത് പിടിക്കണ്ടേ? പറഞ്ഞുകൊണ്ട് ഹരി അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവനിൽ നിന്ന് കുതിരമാറി കവളിൽ വലിച്ചടിച്ചു, കാണിക്കുകയും ചെയ്യുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ അത് മറ്റൊരർത്ഥത്തിലല്ല. ഞാൻ നിന്റെ ഏട്ടന്റെ ഭാര്യയാണ്. നിന്റെ ഏട്ടത്തി നിന്നേക്കാൾ 2 വയസ്സിന് ഞാൻ മൂത്തതാണ്. അതാണോ ഏട്ടത്തി ഇത്രയും വലിയ കാര്യം? എൻ്റെ ഏട്ടന്റെ ഭാര്യയായിരുന്നപ്പോൾ ഞാൻ ആ സ്ഥാനവും ബഹുമാനവും തന്നു. ഇപ്പോൾ ഏട്ടൻ മരിച്ചു, ഏട്ടത്തി തനിച്ചാണ്. ഏട്ടത്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കും എന്നെ ഇഷ്ടമാണെന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? നിനക്കൊന്നും അറിയില്ല ഹരി. നമ്മൾ സമൂഹത്തെ പേടിക്കണം. നമുക്ക് ചുറ്റുമുള്ളവരെ ഭയപ്പെടണം. ജീവിതം നമ്മുടേതാണ്. നമുക്ക് ചുറ്റുമുള്ളവർ പലതു പറഞ്ഞാലും ജീവിക്കേണ്ടത് നമ്മൾ ഒരുമിച്ചാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിലാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. അല്ലാതെ സമൂഹത്തെ പേടിച്ച് ജീവിക്കാൻ കഴിയില്ല. പറഞ്ഞുകൊണ്ട് ഹരി അവളെ ചേർത്ത് പിടിച്ചതും അവന്റെ കൈ കരുത്തലും ചേർത്ത് പിടിക്കലും അവൾ ഞെട്ടിപ്പോയി. അവളുടെ തോളിൽ നിന്നുള്ള ടവൽ നിലത്തേക്ക് ഊർന്നു വീണു. എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടാണ്, അല്ലാതെ സഹതാപത്തിന്റെ പേരിലല്ല. പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. നില പുള്ളിപ്പിടഞ്ഞു. ശരീരം കോരിത്തരിച്ചു. അവന് തടയണമെന്ന ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിലും മറ്റെന്തൊക്കെയോ വല്ലാതെ കൊതിച്ചു പോകുന്നു. ഒടുവിൽ അവന് വിധേയയായി അവൾ തളർന്നു കിടന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ നില പൊട്ടിക്കരച്ചിലോടുകൂടി ഹരിയുടെ നെഞ്ചിലേക്ക് മുഖം കുത്തി. ഇതാരും അംഗീകരിക്കില്ല ഹരി. എല്ലാവരും എന്നെ വെറുക്കും. അമ്മ ഉൾപ്പെടെ എന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും. അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് നെറുകയിൽ ചുംബിച്ചു. ആര് പറഞ്ഞു അമ്മ അടിച്ചു പുറത്താക്കുമെന്ന്? അമ്മ നേരത്തെ എന്നെ വിളിച്ചിരുന്നു. എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഒക്കെ സംസാരിച്ചു. അക്കൂട്ടത്തിൽ ഏട്ടത്തിക്ക് ഒരു വിവാഹം ഉണ്ടാകണമെന്നതിനെ കുറിച്ചൊക്കെ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാനാണ് അമ്മയോട് പറഞ്ഞത് എനിക്ക് ഏട്ടത്തിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അമ്മ ഒരുപാട് എതിർത്തു. പക്ഷേ ഒടുവിൽ അമ്മയ്ക്കും ഏട്ടത്തിയെ മറ്റൊരിടത്തേക്ക് പറഞ്ഞു വിടാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ പേടി വേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാം. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ, ഞാൻ എല്ലാം പറയുന്നുണ്ട്. അവൻ നൽകിയ ആത്മവിശ്വാസത്തിൽ അവൾ നാളുകൾക്ക് ശേഷം സുഖമായി ഉറങ്ങി.